ഈ ദേശീയ പതാക എന്നുള്ളതേ ആണ്ടിലൊരു ഓഗസ്റ്റ് 15 രാവിലെ 7 മണിക്ക് മുന്നേ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി നിന്നിട്ട് നമ്മുടെ ഹേഡ് മാഷ് ഇങ്ങനെ ഝണ്ഡാ ഊഞ്ചാ രഹേ ഹമാര എന്നൊക്കെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി എത്തിക്കാനുള്ളതും നമുക്കൊക്കെ ആവേശത്തോടെ സല്യൂട്ട് ചെയ്യാനും മാത്രമുള്ളതാണ് എന്ന് നമ്മളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മളൊക്കെ നല്ല കാലത്ത് മാത്രം ജീവിക്കാൻ ഭാഗ്യമുണ്ടായവരാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ദേശീയ ഗാനത്തിൻ്റെ ആയിരുന്നാലും ദേശീയ പതാകയുടേതായിരുന്നാലും ഇന്ത്യൻ ദേശീയതയെ സൂചിപ്പിക്കുന്ന എന്തിൻ്റെതായിരുന്നാലും ശരി, അത് നമ്മുടെ ദേശീയ ബോധവും ദേശീയ സുരക്ഷയും അപകടത്തിലാവുന്ന നിമിഷങ്ങളിലെല്ലാം, സന്ദർഭങ്ങളിലെല്ലാം, ചരിത്രസന്ധികളിലെല്ലാം ജനങ്ങളെ മുഴുവൻ ഒന്നായി നിർത്താനും നമ്മുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമാവുന്ന എന്തിനേയും ചെറുക്കാനുള്ള ഉശിര് ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകാനുള്ള ആ രാസത്വരകമാണിതൊക്കെ. അതിനുള്ള സിംബൽസാണ് ഇതൊക്കെ. മുഴുവൻ ജനങ്ങളെയും പ്രതിനിധാനം ചെയ്യേണ്ടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുകളിൽ, പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെ മുകളിൽ നമ്മൾ കണ്ടതാണ് ഷൂ പോളിഷ് ചെയ്ത് മാത്രം പരിചയമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ആളുകൾ സ്നേഹത്തിൻ്റെതാണെന്ന് ഒരു കാലത്ത് നമ്മളോട് പറഞ്ഞിരുന്ന രാമൻ്റെ പേരെടുത്തിട്ട് അന്യമതസ്ഥരെ മുഴുവൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ തയ്യാറാവുന്ന, തങ്ങൾക്കിഷ്ടമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവരെ വെട്ടിക്കൊല്ലാൻ തയ്യാറാവുന്ന ഒരു വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ മൊത്ത കച്ചവടക്കാർ ജയ് ശ്രീറാം എന്നുള്ളൊരു ആഭാസം ഇങ്ങനെ ഒരു ഭരണഘടന സ്ഥാപനത്തിന് മുകളിൽ തൂക്കുന്നത് കണ്ടിട്ട് കേരളം എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാനും. പാലക്കാട്ടെ കുറെ ചുണക്കുട്ടികൾ ഇന്ന് സധൈര്യം അവിടത്തേക്ക് മാർച്ച് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ആ അശ്ലീലത്തിന് പകരം ചോദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ദേശീയ പതാക ആ സ്ഥാനത്ത് കെട്ടി അവരതിനോട് പ്രതികരിച്ചിരിക്കുന്നു. മലയാളിയുടെ മൊത്തം മനസ്സ് ആ കുട്ടികൾക്കൊപ്പമായിരുന്നു. പക്ഷെ എന്നാലും ഉണ്ട് വേറെ ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. തങ്ങൾ ഏതാണ് പാർട്ടി എന്ന് ഇപ്പോഴും വെളിവില്ലാത്ത കുറേ കോൺഗ്രസ്സുകാർ, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്തു വന്നാലും സംഘപരിവാറിനെതിരെ ഒന്നും പറയില്ല എന്ന് എഴുതി വെച്ച് കീശയിലിട്ട് നടക്കുന്ന ലിബറൽ ബുദ്ധിജീവികളെല്ലാം ഈ കൊടി കെട്ടിയതിൻ്റെ 22 ഡിഗ്രി ചെരിഞ്ഞുപോയി, ഒരു കളർ അങ്ങോട്ട് മാറിപ്പോയി, പാക്കറ്റിൽ നിന്ന് പൊതി അഴിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചട്ടം പഠിപ്പിക്കാൻ വരുന്നുണ്ട്. ഈ ചട്ടം പഠിപ്പിക്കാൻ വരുന്ന ചട്ടമ്പികളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദേശീയ പതാകയെയും ദേശീയത്വത്തെയും ബോധപൂർവം അപമാനിക്കാനുള്ള ദുഷ്ടലാക്കോടെ കത്തിക്കുക, ചവിട്ടുക, അശ്ലീലമായ രീതിയിൽ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നല്ലാതെ ഇത് എടുത്ത് വീശുന്ന സമയത്ത് അതിൻ്റെ ആംഗിളിൽ ഇത്തിരി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തോ ആളുകളെ തലവെട്ടിക്കളയും, അമ്മാതിരി നിയമമൊക്കെ ഉണ്ട്, അമ്മാതിരി ചട്ടമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കല്ലേ. മലയാളികളെ, ഇന്ത്യക്കാരെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഇത് ഷൂ പോളിഷ് ചെയ്യുന്ന പണി അല്ല. നിങ്ങൾക്കാവതില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് മിണ്ടാൻ ശേഷിയില്ലെങ്കിൽ, ത്രാണിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടേണ്ട. പക്ഷേ വേസ്റ്റ് എന്തു ചെയ്യണമെന്ന് നല്ല ബോധ്യമുള്ളവരാണ് ഈ പണിയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ ദുരിതത്തിലും പട്ടിണിയിലേക്ക് നീങ്ങിയിരുന്ന നാളുകളിൽ കേരളത്തിലെമ്പാടുമുള്ള വീടുകൾ കയറിയിറങ്ങി നമ്മളൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ മൂലയിൽ കൂട്ടിയിരുന്ന സാധനങ്ങൾ മുഴുവൻ പെറുക്കിയെടുത്ത് വിറ്റ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഫണ്ടിലേക്ക് അടച്ച ഒരു സംഘടനയുടെ, ലോകമെമ്പാടുമുള്ള പല സ്ഥാപനങ്ങളുടെയും പ്രശംസയ്ക്ക് അർഹമായ റീസൈക്കിൾ കേരള എന്നുള്ള പ്രൊജക്റ്റ് നടപ്പിലാക്കിയ ഒരു സംഘടനയുടെ ചുണക്കുട്ടികളാണ് ഈ വേസ്റ്റും റീസൈക്കിൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ കെട്ടിടത്തിന് മുകളിൽ തൂക്കിയ വേസ്റ്റ് എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് DYFI എന്നുള്ള സംഘടനയ്ക്ക് അറിയാമെന്ന് കേരളത്തിൽ കഴിഞ്ഞ 4 മാസമായി ജീവിക്കുന്ന ഏത് മലയാളിക്കും ബോധ്യമുള്ള കാര്യമാണ്. അവിടെ വന്ന് ഇല്ലാത്ത ചട്ടം പഠിപ്പിക്കല്ലേ. നിങ്ങൾക്ക് മിണ്ടാൻ ത്രാണിയില്ലെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ ശേഷിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ സമ്മതവും സപ്പോർട്ടും ഇവിടെ ആരും ചോദിച്ചിട്ടുമില്ല. അത് സുഖമായി ചെയ്യാൻ ത്രാണിയുള്ള, ധൈര്യമുള്ള ആളുകൾ ചെയ്തിരിക്കും. ഇന്ത്യൻ ദേശീയതയ്ക്കും ജനാധിപത്യ ബോധത്തിനും വെല്ലുവിളികളാകുന്ന ശക്തികൾക്കെതിരെ മുഴുവൻ ജനമനസ്സുകളെയും ഒന്നിപ്പിക്കാൻ ദേശീയ പതാകയാണെങ്കിൽ ദേശീയ പതാക, ഭാഷയാണെങ്കിൽ ഭാഷ, കഥയാണെങ്കിൽ കഥ, സമരമാണെങ്കിൽ സമരം, ഭക്ഷണമാണെങ്കിൽ അത്, എന്തും ഞങ്ങൾക്ക് ആയുധമാണ്. പറയുന്നത്
ചാണകം ചവിട്ടാൻ തയ്യാറല്ലാത്ത മലയാളമാണ്. പറയുന്നത് മലയാളത്തിലാണ്. മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നന്ന്. നന്ദി, നമസ്കാരം.